بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഇഹ്യാഉ ഉലൂമുദ്ദീൻ ഇന്ന് റമളാനിന്റെ 8ാമത്തെ ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബ് സ്ക്രീനിൽ കണ്ടുകൊണ്ട് തന്നെ ചർച്ചകൾ നടത്താം. ഇന്നലെ കഴിഞ്ഞതിന്റെ ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ ഭാഗങ്ങൾ കണ്ടുകൊണ്ട് കാണാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി അതിന്റെ അനുബന്ധങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. പരസ്പര പെരുമാറ്റങ്ങളിലെ ബാധ്യതകളും പെരുമാറ്റ രീതികളും പണ്ഡിതന്മാര് യാത്ര ചെയ്യുമ്പോൾ അവരുടെ വാഹനത്തിന്റെ ഘടന പിടിച്ച് അതിനെ ബഹുമാനിക്കുക, പിന്നാലെ നടന്നിട്ട് വാഹനത്തിന്റെ കൂടെ നടന്ന് ബഹുമാനിക്കുക, അങ്ങനെ പ്രമാണങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡർ എന്നൊക്കെ അറിയപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ടവരിൽ മറ്റൊരു പണ്ഡിതനാണ്. അവരുടെ വാഹനത്തിന്റെ ഘടന പിടിച്ച് അവരെ ആദരിച്ചത് കാണാം, കൂടെ നടന്നിട്ട്. حتى رفعه وقال رضي الله عنه زيد رضي الله عنه എന്ത് ചെയ്തിട്ട് ആദരിച്ചത് കാണാം. وقال هكذا ففعل بزيد واصحاب زيد ഇങ്ങനെ പണ്ഡിതന്മാരോട് പെരുമാറണമെന്ന് നിർദ്ദേശിച്ചതും കാണാം. എന്നാൽ ആദരവിന്റെ അപ്പുറം അവർക്ക് അല്ലാത്ത ഒരു ബഹുമതി കൽപ്പിച്ചുകൊണ്ട്, അല്ലാത്തൊരു ബഹുമതി കൽപ്പിച്ചുകൊണ്ടുള്ള ആദരവല്ലാത്ത ഒരു അർത്ഥത്തിൽ, അഥവാ അതിന്റെ പുറം എന്തോ അവർ ദൈവികമാണ് എന്ന് കൽപ്പിച്ചുകൊണ്ടുള്ള ഒന്നും പാടില്ല. അതൊരു ആദരവ് ആ അർത്ഥത്തിൽ എതിർപ്പെട്ടു. ആദരവിന്റെ പുറമെ അവരെ ഭയപ്പെട്ട് ചെയ്യുന്നൊരു സംഗതി, അവരെ പേടിച്ചിട്ട് ചെയ്യുന്നൊരു സംഗതി, അത് വേണ്ട. ആദരവിന്റെ പേരിൽ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ്. അതേസമയം ഈ ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല, മറിച്ച് പേടിച്ചിട്ടാണ്. അതായത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് കരുതും, അല്ലെ വേറെ ഉപദ്രവമുണ്ടാവോ, അല്ലെങ്കിൽ ഇയാളുടെ ആൾക്കാരെന്തെങ്കിലും ചെയ്യുമോ, അങ്ങനെ സംഗതിയാണ് ഇയാള. അത് മക്രൂഹാണ്. നബിതങ്ങളെക്കാൾ പ്രിയപ്പെട്ട ആരും ഞങ്ങൾക്കില്ല. നബിതങ്ങൾ വരുമ്പോ നബിതങ്ങളെ കണ്ടാൽ അവർ എഴുന്നേൽക്കാറില്ല. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. നബിതങ്ങൾ പഠിപ്പിച്ചു ഇനി എഴുന്നേൽക്കണ്ട, കാരണം ബഹുമാനമൊക്കെ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. ഇനി എഴുന്നേൽക്കണ്ടെന്ന് നിർദ്ദേശിച്ചിട്ട് എഴുന്നേൽക്കാതിരിക്കാൻ പ്രത്യേകം പറയാറുണ്ട്. അതേസമയം ഇത്തരം മറ്റു ലീഡേഴ്സ് എഴുന്നേൽപ്പിക്കുകയും ചെയ്തത് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തുമൂനി ഫലാ തഖൂമു കമാ തസ്നഉൽ ആജിം. ഈ അനറബികളായ പല രാജാക്കന്മാരും അവരുടെ അനുയായികളെ അവരെ ബഹുമാനിക്കുന്നത് പേടിച്ചിട്ടൊക്കെയാണ്. അങ്ങനെ ബഹുമാനിക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ബഹുമാനം പാടില്ല. എന്നെ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞ വസ്തുത മറക്കരുത്. വഖാല അലൈഹിസ്സലാം മൻ സറഹു അൻ യൻതുല ലഹു റിജാലു ഖിയാമൻ. ഒരാളിങ്ങനെ ആൾക്കാരൊക്കെ ഞാൻ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് എന്നിങ്ങനെ ആദരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഫല്യത്തുബവ്വ മഖാദഹു മിനന്നാർ, അയാൾ അദ്ദേഹത്തിന്റെ നരകത്തിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരത്തിന്റെ ഭാഗം. ഞാൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് ചിന്തിക്കുന്നത്. وقال عليه السلام لا يقيم الرجل الرجل من مجلسه ثم يجلس فيه. ഒരാൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ആ സ്ഥാനത്ത് ഇരിക്കുക, അങ്ങനെ ചെയ്യരുത്. പരസ്പരം വിശാലതയിട്ട് പരസ്പരം അങ്ങോട്ട് സഹകരിച്ച് ശീലിക്കുക. ഇങ്ങനെ നഹിയുള്ളത് കൊണ്ട് ഒരാളെ എഴുന്നേൽപ്പിക്കൂല. പരസ്പരം സഹകരിച്ചു വേണമെങ്കിൽ ഓരോരുത്തരും അവരുടെ ഇരിപ്പിടം പിടിച്ചാൽ
അപ്പൊ ഒരാൾ വിളിച്ചു, ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു, അവിടെ സമയം സ്ഥലം കൊടുത്തിട്ട് വിളിച്ചാൽ കറാമത്തിന് അതൊരു ബഹുമാനാണ്. സഹോദരൻ ബഹുമാനിക്കുന്ന ഒരു ബഹുമാനാണ്, അത് സ്വീകരിക്കാം. അവിടെ ഒരു വിശാലതയില്ലെങ്കിൽ കുറച്ചുകൂടി ഇരിക്കാൻ പറ്റുന്ന സ്ഥലം നോക്കി അവിടെ ഇരിക്കുക ചെയ്യുക. സ്ഥലം ഇല്ലാത്തൊരു സ്ഥലത്ത് എന്ത് ചെയ്യരുത്, മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പോയിരിക്കരുത്. ഒരിക്കൽ നബിതങ്ങൾ വിസർജിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഒരാൾ ചെന്ന് സലാം പറഞ്ഞു. നബിതങ്ങൾ സലാം മടക്കിയില്ല. ഈ സമയത്ത് ഈ പിന്നെ പ്രാഥമിക ആവശ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പോയി ചെയ്യാൻ പാടില്ല, സലാം പറയാൻ പാടില്ല. തുടക്കത്തിൽ തന്നെ അലൈക്കസ്സലാം എന്ന് പറയുന്നത് അസ്സലാമു അലൈക്കും എന്നാണ് തുടങ്ങേണ്ടത്, അലൈക്കസ്സലാം എന്ന് തുടങ്ങരുത്. അങ്ങനെ ഒരിക്കലും നബിതങ്ങളോട് ഒരാൾ പറഞ്ഞു, ഫഖാല അലൈഹിസ്സലാം, നബിതങ്ങൾ പറഞ്ഞു, ഇന്ന അലൈക്കസ്സലാം തഹിയ്യത്തുൽ മൗത. അലൈക്കസ്സലാം എന്ന് പറയുന്നത് മരണപ്പെട്ടവരുടെ തഹിയ്യത്താണ്. ഖാലഹ സലാസ, നബിതങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് 3 തവണ ആവർത്തിച്ചു പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അലൈക്കസ്സലാം നല്ല പറഞ്ഞു. ഒരാൾ തന്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അങ്ങനെ പറയട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയട്ടെ. ഒരു കടന്നു വന്ന ആൾക്ക് സുന്നത്താണ് ഇദാ സല്ലമ, അയാൾ സലാം പറഞ്ഞതിന് ശേഷം ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല, അയാൾ പിരിഞ്ഞു പോകും. സ്വഫിന്റെ പിന്നിലിരിക്കും. സ്വഫിൽ സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ സ്വഫിന്റെ ബാക്കിലിരിക്കും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ഫിൽ മസ്ജിദ്. ഒരിക്കൽ നബിതങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഇത് അഖ്ബല സലാസത്തു നഫരിൻ, 3 ആൾ കടന്നു വന്നു. ഫഅഖ്ബല ഇസ്നാനി, 2 ആൾ അങ്ങോട്ട് കടന്നു വന്നു. ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ സദസ്സിലേക്ക്. ഫമാഹദുമാ, ഒരാൾ ഫവജദ ഫുർജതൻ, ഒരു ഇടം കിട്ടിയപ്പോൾ ഫജലസ ഫീഹാ, അവിടെ ഇരുന്നു. വഅമ്മസാനി ഫജലസ ഖൽഫഹു, രണ്ടാമത്തെ ആൾ പിന്നിപ്പോയി. വഅമ്മസാലിസു ഫഅബ്ദറ വാഹിദൻ, മൂന്നാമത്തെ ആൾ പിരിഞ്ഞുപോയി, ഒഴിഞ്ഞുപോയി. സദസ് കഴിഞ്ഞപ്പോ കാല, നബിതങ്ങൾ ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും അനിൻ നഫരി സലാസ, ഞാനൊരു 3 ആളെ കഥ പറയട്ടെ. അമ്മ അഹദുഹും, അതിൽ ഒരാൾ അല്ലാഹുവിലേക്ക് അഭയം തേടി, അല്ലാഹു അദ്ദേഹത്തിന് അഭയം കൊടുത്തു. അമ്മസാനി ഫസ്തഹയ, രണ്ടാമത്തെ ആളുകൾ എത്തിച്ചു. അയാൾക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിട്ട് പിന്നിപ്പോയി എന്നതാണ്, അയാൾ ലജ്ജിച്ചു. അല്ലാഹു ലജ്ജിച്ചു. മൂന്നാമത്തെ ആൾ ഫഅറള, അയാൾ തിരിഞ്ഞു കളഞ്ഞു. അല്ലാഹു തിരിഞ്ഞു കളഞ്ഞു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സദസ്സിൽ വരുമ്പോ എന്ത് ചെയ്യുക, സദസ്സിനെ അവഗണിക്കരുത്. സ്ഥലം കിട്ടുമെങ്കിൽ എന്ത് ചെയ്യണം, അത് ഉപയോഗപ്പെടുത്തി അവിടെ ഇരിക്കണം, അതാണ് നല്ലത്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി, 2 പേര് കണ്ടുമുട്ടിയിട്ട് ഫയതസ്വാഫഹാനി, സലാം പറഞ്ഞു മുസാഫഹത്ത് ചെയ്താൽ ഇല്ലാ ഗഫറ ലഹുമാ, അവർ 2 പേർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഖബ്ല അൻ യതഫറഖ, അവർ പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ്. വസല്ലമു ഉമ്മുഹാനി അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മുഹാനി റളിയല്ലാഹു അൻഹാ നബിതങ്ങൾക്ക് സലാം പറഞ്ഞു. ഫഖാല മൻ ഹാദിഹി അറാനിജു, ഫഖീല ലഹു ഉമ്മുഹാനി, ഉമ്മുഹാനിയാണെന്ന് പറഞ്ഞു. ഫഖാല അലൈഹി സലാം, മർഹബൻ ബി ഉമ്മിഹാനിഇൻ, മർഹബൻ ബി ഉമ്മുഹാനിഇൻ, ഉമ്മുഹാനിയെ നബിതങ്ങൾ വെൽക്കം ചെയ്തു. അപ്പോ നമ്മൾ പെരുമാറ്റത്തിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളെ കുറിച്ച് ഒരു ഭാഗമാണ് പരസ്പരം നമ്മൾ കാണിക്കേണ്ട ആദരവ്, പരസ്പരം കാണിക്കേണ്ട സ്നേഹം അതിവിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രയോഗിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ബന്ധം ഉണ്ടാകാനും ഒരുപാട് പ്രശ്നങ്ങൾ തീരാനൊക്കെയുള്ള ഏറ്റവും നല്ല മാർഗവുമാണ് ഈ ശൈലി. ഇതൊക്കെ നിരന്തരം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ, പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റമളാനിന്റെ 8ാമത്തെ ദിവസത്തെ ക്ലാസ്സാണിത്. ഇന്നത്തെ ലൈവിൽ നിന്നും മാറിയിട്ടുണ്ട്. ഏതായാലും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല
നല്ലതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.